മറ്റത്തൂരിലെ കിഴക്കൻ വനമേഖലയിലുള്ള ശാസ്താംപൂവം കാരിക്കടവ് ആദിവാസി ഉന്നതികളിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിന് പുതിയ പദ്ധതി വേണമെന്ന ആവശ്യമായിരുന്നു. രണ്ട് ഉന്നതികളിലും ലക്ഷങ്ങൾ മുടക്കി കുടിവെള്ള പദ്ധതികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വേനൽ രൂക്ഷമായാൽ വാഹനങ്ങളിൽ വെള്ളമെത്തിച്ചാണ് ജലക്ഷാമം പരിഹരിക്കുന്നത്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് 6 കിലോമീറ്ററോളം അകലെയുള്ള ശാസ്താംപൂവം വനപ്രദേശത്താണ് കാടർ വിഭാഗക്കാർ താമസിക്കുന്ന ആനപ്പാന്തം ഉന്നതിയുള്ളത്. 70ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. 12 വർഷം മുൻപ് ഇവിടെ കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചു. ഉന്നതിയിലെ ഉയർന്ന ഭാഗത്ത് ജലസംഭരണി നിർമ്മിച്ച് മുഴുവൻ വീടുകളിലേക്കും പൈപ്പ് കണക്ഷൻ ലഭ്യമാക്കുകയും ചെയ്തു. എന്നാൽ വേനൽ കടുത്താൽ കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നു പോകുന്നതോടെ പമ്പിങ്ങിനാവശ്യമായ വെള്ളം ലഭ്യമല്ലാതാകും. അധികൃതർ ടാങ്കറുകളിൽ എത്തിച്ചു നൽകുന്ന വെള്ളമാണ് പിന്നീട് മഴക്കാലം വരെ ഇവർക്ക് ആശ്രയം. ശാസ്താംപൂവത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന കാരിക്കടവ് ആദിവാസി ഉന്നതിയിലും വേനൽക്കാലമായാൽ കുടിവെള്ളം കിട്ടാക്കനിയാണ്. മലയർ വിഭാഗക്കാരായ 15 കുടുംബങ്ങളാണ് കാരിക്കടവ് ഉന്നതിയിലുള്ളത്. കുറുമാലിപ്പുഴയുടെ കൈവഴിയായ മുപ്പിളിപ്പുഴയോരത്തുള്ള ഈ ഉന്നതിയിൽ കുടിവെള്ളത്തിനായി 2 വലിയ കിണറുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വേനലിൽ പുഴ വറ്റി വരളുന്നതോടെ കിണറുകളിൽ ജലനിരപ്പ് താഴും. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ടാങ്കർ ലോറിയിലെത്തുന്ന വെള്ളത്തെയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ആശ്രയിച്ചു പോരുന്നത്. ഈ സാഹചര്യത്തിൽ വെള്ളിക്കുളങ്ങരയിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി 2 ഉന്നതികളിലേക്കും വെള്ളമെത്തിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് ആവശ്യം. വെള്ളിക്കുളം വലിയ തോടിന് സമീപത്തായി പമ്പിംഗ് സ്റ്റേഷനും 7 കിലോമീറ്ററോളം നീളത്തിൽ വനഭൂമിയിലൂടെ പൈപ്പ് ലൈനും സ്ഥാപിച്ചാൽ ഉന്നതികളിൽ വർഷം മുഴുവൻ സമൃദ്ധമായി ശുദ്ധജലം എത്തിച്ചു കൊടുക്കാനാകും. അതല്ലെങ്കിൽ ഉന്നതികൾക്ക് സമീപം വറ്റാത്ത ജലസ്രോതസ് നിർമ്മിച്ച് പമ്പിംഗ് നടത്താനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. TCV ന്യൂസ്, കൊടകര.